സാർ എനിക്ക് 25,000 രൂപ തന്നാൽ ഞാൻ സാറിനോട് സഹകരിക്കുകയും ചെയ്യാം. ഞാനത് ആരോടും പറയത്തുമില്ല. ഹലോ സാർ. ആരാ? സാർ, ഞാൻ പഠനത്തിൻ്റെ ഭാഗമായിട്ടേ ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു. എന്താ പേര്? സേവിനി. സേവിനി. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ പേരാണോ അച്ഛനിട്ട പേരാണോ? അയ്യോ സാർ, അതെൻ്റെ കമ്പനിയുടെ പേരാണ് സേവിനി. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ കുട്ടിയുടെ പേരാ ഉദ്ദേശിച്ചത്. എന്താ കുട്ടിയുടെ പേര്? അമൃത. അമൃത, നല്ല പേര്. ആ പേരിലൊരു ട്രെയിൻ ഇല്ലേ? ഉണ്ട് സാർ, അമൃത എക്സ്പ്രസ്. അതെ, നല്ല സ്പീഡാണ് ട്രെയിൻ. സോ സ്പീഡാ. എന്നാൽ പിന്നെ ഞാൻ പരിചയപ്പെടുത്തട്ടെ സാർ. ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് ഒരേ സമയം നമുക്കിതിൽ 9 ബിസ്ക്കറ്റ് വെച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇത് മേടിക്കുമ്പോൾ ഒരു ചെറിയ ബൗൾ അതിൻ്റെ കൂടെ ഫ്രീയും കിട്ടുന്നുണ്ട്. അതിൽ ഒരു തവി കറി നമുക്ക് ഒഴിച്ച് വെക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സാർ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്? അത് ഇതിന്റെ വിലയാണ്. അത് കേട്ട് സാർ ഞെട്ടും. എത്ര ഇതിന്റെ വില? 999 രൂപ മാത്രം. സാർ ഞെട്ടിയില്ലേ? ഞെട്ടിയല്ലോ. ഈ ഞെട്ടിക്കൽ ബിരിയാണിയൊക്കെ പോലെ ഇത് ഞങ്ങളുടെ ഞെട്ടിക്കുന്ന പ്രോഡക്റ്റാ സാർ. എന്നാലും എടുക്കട്ടെ സാർ? വേണ്ട. എൻ്റെ അമ്മച്ചിയുടെ കുത്തുപോണി ചരുവരിപ്പുണ്ട്. അതിലാകുമ്പോൾ ചായ കുടിക്കാം, സാമ്പാർ വിളമ്പാം, വേണ്ടി വന്നാൽ കക്കൂസിലും പോകാം. 3 in 1 യൂസ് ആണ്. കുട്ടി പൊക്കോ സാർ. എന്താ? എന്തേലും ഒന്നും എടുത്തൂടെ സാർ? കുട്ടിക്കൊരു കാര്യം അറിയോ? ഈ മാങ്കൂട്ടിൽ സതീശനെ ഒരുപാട് പേര് പ്രേരിപ്പിച്ച് പറ്റിച്ചിട്ടുള്ളതാണ്. ഞാനാണെങ്കിൽ ഒരു ലോല ഹൃദയനും. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഇപ്പോഴത്തെ തണുപ്പറിയാലോ, 20 ഡിഗ്രിക്കും താഴെയാ. കുട്ടി ഇവിടെ നിന്നുണ്ടല്ലോ ശരിയാവൂല. അതുകൊണ്ട് അമൃത വന്ന വഴിക്ക് തിരിച്ചു പോക്കോ, അതേ ട്രാക്കിൽ. ഇല്ലെങ്കിലേ ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാം. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ട് നമുക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെ വേണമെങ്കിലും പോയി പരിചയപ്പെടാം. എല്ലാ പ്രോഡക്റ്റും ഞാൻ തന്നെ എടുത്തോളാം. വിട്ടോ, വിധിച്ചിട്ടില്ല എന്ന് വയ്ക്കുക. ഇലക്ഷൻ കഴിയട്ടെ പറഞ്ഞേ. എന്താ? ഞാനും കൂടെ അകത്തേക്ക് വന്നോട്ടെ? എന്തിന്? അയ്യോ സാർ ഉദ്ദേശിച്ചല്ല, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. കക്കൂസ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഹരിതയാണ്. ഹരിത ആ യാത്ര ചെന്ന് അവസാനിച്ചത് അങ്ങ് ബാംഗ്ലൂരേക്കാണ്. സാരമില്ല, അത്യാവശ്യമല്ലേ. കുട്ടി കിടന്നു വരൂ, വന്നോളൂ. വാഷ്റൂം ഇവിടെ തന്നെ. താങ്ക് യു.
ഹലോ. ആ പൈസ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇല്ല, അക്കൗണ്ടിലല്ലേ, കയ്യിൽ തന്നെ ഉണ്ട്. 25,000 രൂപ ഉണ്ട്. 25,000 എന്ന് പറഞ്ഞാൽ 25,000 തികച്ചുണ്ട്. ചില്ലി പൈസ കുറവില്ല. നീ ഇവിടെ കൊണ്ടുവരണമെന്ന് പറ, അവിടെ കൊണ്ടുവരാം. എടാ, ഇവിടെ വീട്ടിൽ അലമാര തന്നെ ഇരിപ്പുണ്ട്. ആ ആ അവിടെയല്ലേ. എടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. നീ അവിടെ കാണുമല്ലോ അല്ലേ? അത് ശരി. സാർ മേടിച്ചു പോയോ സാർ? മേടിച്ചോന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് മേടിച്ച്. സാർ എനിക്ക് കൂടുതൽ പേടിക്കണം, ഞാൻ കഥ അടച്ചേക്കട്ടെ. സാർ നേരത്തെ ഒരു ഹരിതയെ പറ്റി പറഞ്ഞില്ലേ? ആരാ ഹരിത? അതെൻ്റെ ഒരു നേരത്തെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. സാർ ഹരിതയായിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? അതൊന്നും പറയണ്ട. ഊട്ടി, കൊടൈക്കനാൽ, അവസാനം അങ്ങ് ബാംഗ്ലൂർ ചെന്നങ്ങ് അവസാനിച്ചു. ഓ, സാർ നേരത്തെ ഫോണിൽ ആരോടെ സംസാരിച്ചേ? ഓ, അതെൻ്റെ ഒരു കൂട്ടുകാരനെയാ. കാശിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാശ് അവനൊരു 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാനൊരു പണക്കാരനല്ലേ, അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ട്. സാറിൻ്റെ ഒരുപാട് കാശുണ്ടോ? പിന്നെ അലമാരയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ കാശ് കൂടിയിട്ട് ഞാനിങ്ങനെ ബെഡിൻ്റെ അടിയിൽ നിരത്തിയിടും. എന്നിട്ട് അതിൻ്റെ പുറത്താണ് കിടന്ന് പറയുന്നത്. ഒരു സുഖം. വലിയൊരു കൊച്ചു മുതലാളി വന്നേക്കാം. സാറ് നേരത്തെ പറഞ്ഞ 25,000 രൂപ എനിക്ക് തരാണെങ്കിൽ പ്രോഡക്റ്റൊക്കെ ഇപ്പം തന്നെ പരിചയപ്പെടായിരുന്നു. ഓ വേണ്ട. അതെന്താ? ഇതേപോലെ നേരത്തെ കുറേ എണ്ണം പരിചയപ്പെടുത്തി അവസാനം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നു. എനിക്ക് 25,000 രൂപ തന്ന് ഞാനത് ആരോടും പറയില്ല. വേണ്ടെന്നേ. അങ്ങനെ പറയുകയാണെങ്കിൽ സാർ എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നേന്ന് ഞാൻ വിളിച്ചു കൂട്ടും. എന്തിന്? എനിക്ക് കാശ് വേണം. പിന്നെ അവസാനം സാറ് തലയിൽ കൂടെ മുണ്ടൊക്കെ ഇട്ട് മൂടി നാട് വിടേണ്ടി വരും. പിന്നെ ഉണ്ടല്ലോ, അവസാനം 5 വർഷത്തിലൊടുക്ക് ഞാൻ ഈ കേസ് കുത്തിപ്പൊക്കും. അപ്പോ കാശ് എന്നില്ലെങ്കിൽ നീ വിളിച്ചു പോവോ? ഞാൻ വിളിച്ചു പോവും. എന്നാ നീ വിളിച്ചു പോവോ? അപ്പൊ സാറിന് നാണക്കേടല്ലേ? ഇവിടെ ആൾക്കാരൊക്കെ കൂടത്തില്ലേ? സാർ അവസാനം തലയിൽ കൂടെ മുണ്ട് മൂടി നടക്കേണ്ടി വരും. ഞാൻ മുണ്ടുമൂടി നടന്നാലേ നീയും മുണ്ടുമൂടി നടക്കേണ്ടി വരും. ഞാൻ എന്തിനും മുണ്ടിടുന്ന? സാറല്ലേ അതിനെന്നെ പീഡിപ്പിക്കുന്നത്. എടി മണ്ടി, നിനക്കൊരു കാര്യം അറിയാം, ഇതെൻ്റെ വീടല്ല. പിന്നെ ഞാനേ ഇവിടെ കക്കാൻ കയറിയ നല്ല ഒന്നോന്തരം കൊള്ളനാ. കള്ളനോ? അപ്പൊ സാറ് നേരത്തെ കാശിന്റെ കാര്യം പറഞ്ഞതോ? അതെ, അത് ഞാൻ നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ വീണു. കഥ അടച്ചിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. വേണ്ടെന്നേ. അപ്പോഴേ മോഹൻലാലും സിൽക്ക് സ്മിതയും കൂടെ ഇങ്ങനെ വിലങ്ങ് വെച്ചിട്ട് ഒരുമിച്ച് നടന്നു പോയില്ലേ, അതേപോലെ ചേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ. എന്തിനു പോണത്? നീ വാ, പ്രോഡക്റ്റ് പരിചയപ്പെടാൻ. വേണ്ട, നീ ഇവിടെ കിടന്ന് വിളിച്ചു പോകും. അപ്പോൾ നാട്ടുകാർ കൂടും. കുഴപ്പമില്ല, അബദ്ധമായിക്കോട്ടെ. വേണ്ടെന്ന് പോലീസ് വരട്ടെ. നമ്മളെ ഈ കൈകളിൽ പോലീസ് വിലങ്ങ് വെച്ച് നമ്മളിങ്ങനെ സിൽക്ക് സ്മിതി മോഹൻലാലിനെ പോലെ സ്പടികത്തി പോലെ പാട്ട് പാടി പോവാ. നീ അണ്ണ എടുത്തോ, നമുക്ക് ആ പാട്ടൊക്കെ പാടാം. നീ എണ്ണ എടുത്തിട്ടോ, നമുക്ക് ആ പാട്ട് പാടിപ്പോ. ഏഴുമല പൂഞ്ചോല. അയ്യോ, ദൈവമേ, അപ്പോഴങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കാശും പെയ്യാനെ, ഉള്ള മാനവും പെയ്യാനെ.
5 വർഷത്തിലൊരിക്കൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇല വന്ന് മുള്ളിൽ വീണ് മുള്ളൊടിയും.